വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 5 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത തൊലി കറുത്ത പഴം എടുത്തിരിക്കുന്നത്. ഇത് ഒന്നുകിൽ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പഴം നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ പഴത്തിന്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ശർക്കര ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് തിളച്ചു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഏത് പാനിലാണോ ഹൽവ തയ്യാറാക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് ഉരുക്കി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും നമ്മുടെ ഹൽവ. ഇനി ശർക്കര പാനിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. പഴം ഇങ്ങനെ അരക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു ചേർത്താലും മതി. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹൽവ തയ്യാറാക്കാൻ ഒരുപാട് സമയം വരട്ടി എടുക്കേണ്ടി വരും. ആ ഒരു സമയം കുറച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരച്ചെടുത്ത് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കര പാനിയിലേക്ക് ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ശർക്കര പാനിയിൽ കിടന്ന് പഴം ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടണം. ഓൾറെഡി നമ്മൾ പുഴുങ്ങിയ പഴമാണ്. എന്നിരുന്നാലും ആ ശർക്കര പാനിയിൽ കിടന്ന് വെന്താലാണ് ഹൽവയുടെ ആ ഒരു എക്സാക്ട് ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോഴത്തെ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകം വരെ നമ്മൾ ഒന്ന് വരട്ടിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഞാനിവിടെ 1/4 കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചിപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് കൂടെയുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആദ്യമേ തന്നെ ഒരുമിച്ച് നമ്മൾ ചേർക്കില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീതം ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ വരട്ടിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള തലപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ പഴം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് കൊണ്ടാണ് 1/4 കപ്പ് മാത്രം വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഇല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യുടെ അളവ് കുറച്ചധികം കൂട്ടേണ്ടി വരുന്ന മാത്രം. ആ സമയം കൊണ്ട് നമുക്ക് ഹൽവ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ആ പാത്രത്തിന്റെ സൈഡിലൊക്കെ നമുക്ക് എണ്ണ നന്നായിട്ടൊന്ന് തടവി കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഹൽവ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടു പോരുള്ളൂ. സെറ്റായി കഴിയുമ്പോൾ ഇപ്പൊ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ വീതം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉരുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇപ്പം ഇത് ഓൾമോസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട്സും അതുപോലെ 2 ടീസ്പൂൺ കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നെയ്യിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ചേർക്കണതാണ് നല്ലത്. കാഷ്നട്ട്സ് ആയാലും വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ട് ചേർക്കുന്നത് മാത്രം. ഇനി ഹൽവയിലുള്ള എണ്ണയിൽ കിടന്നതിന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിക്കോളും. ഇനി നമുക്ക് ബാക്കിയുള്ള എണ്ണ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വരട്ടി വരുമ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ഉരുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം എണ്ണ ചിലപ്പോൾ വേണ്ടി വന്നു വരും. അടിയിൽ പിടിക്കാതെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പോഴത്തെ ഹൽവ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവം, അതാണ് നമ്മുടെ ഹൽവയുടെ കറക്റ്റ് പാകം. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കാണുമ്പോഴേ തന്നെ അറിയാം കാഷ്നട്ട്സ് അതുപോലെ തന്നെ കിസ്മിസ് ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹൽവ മിക്സ് ചൂടോട് കൂടി തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം.
എപ്പോഴും നമ്മൾ ഏത് പാത്രത്തിൽ സെറ്റ് ചെയ്യുകയാണെങ്കിലും കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ് തടവിയതിന് ശേഷം മാത്രം ഹൽവ മിക്സ് അതിലേക്ക് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് അൺമോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. ഇനി ഇതൊരു സ്പാറ്റില ഉപയോഗിച്ചിട്ട് ഒരേപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്പാറ്റില യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചിട്ട് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അധികമായിട്ടുള്ള എണ്ണ നമുക്ക് കളയാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കാം. ഇത്രേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.